പാലക്കാട് മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ ബിജെപിയുടെ വ്യാപക പ്രതിഷേധം. എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്കും പാലക്കാട് വാട്ടർ അതോറിറ്റിയിലേക്കും മലമ്പുഴ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കും ബിജെപി പ്രത്യേക മാർച്ച് നടത്തി. മന്ത്രി എം.ബി. രാജേഷ് മദ്യക്കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി എന്നും മന്ത്രി രാജിവെക്കണമെന്നും സമരത്തിന് നേതൃത്വം നൽകിയ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. രാവിലെ 10 മണിയോടെയാണ് ബി.ജെ.പി. പുതുശ്ശേരി മണ്ഡലം കമ്മിറ്റി എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തൊട്ടു പിന്നാലെ പാലക്കാട് മണ്ഡലം കമ്മിറ്റി പാലക്കാട്ടെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും മലമ്പുഴ മണ്ഡലം കമ്മിറ്റി മലമ്പുഴയിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. കുടിവെള്ളക്ഷാമം രൂക്ഷമായുള്ള പ്രദേശത്ത് മദ്യക്കമ്പനി വരാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്നും മന്ത്രി എം.ബി. രാജേഷ് മദ്യക്കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി മാറിയെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു. എലപ്പുള്ളി പഞ്ചായത്തിൽ വിദേശ മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാനുള്ള അനുമതി കൊടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ നടപടി പാലക്കാട് ജില്ലയിലെ കർഷകരെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും എല്ലാം കുടിവെള്ളം മുട്ടിക്കുന്നതും അതുപോലെ തന്നെ കൃഷിക്ക് വലിയ ആഘാതം സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള നടപടിയാണ്. OSS കമ്പനിയെ സംബന്ധിച്ചോളം അവരൊരു പൂ ചോദിച്ചു. സംസ്ഥാന സർക്കാർ അവർക്ക് നൽകിയത് ഒരു പൂന്തോട്ടമാണ്. പാലക്കാട്ടുകാരനായിട്ടുള്ള എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഇത് സംബന്ധിച്ചുള്ള ന്യായീകരണങ്ങൾ കേൾക്കുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി OSS കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി മാറിയോന്നാണ്. പാലക്കാട്ടെ ജനങ്ങളുടെ കുടിവെള്ളവും കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും മുട്ടിച്ചുകൊണ്ട് ഒരു പ്ലാന്റ് ഇവിടെ ആരംഭിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല. മദ്യക്കമ്പനിക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകിയത് കോൺഗ്രസ് നേതാവാണെന്നും മദ്യക്കമ്പനി വരുന്നതിന് പിന്നിൽ CPM-നും കോൺഗ്രസിനും ഒരുപോലെ പങ്കുണ്ടെന്നും ബി.ജെ.പി. ആരോപിച്ചു. വിഷയത്തിൽ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. ജനം, പാലക്കാട്.